എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു. വീട്ടിലെ ചില പ്രയാസങ്ങൾ കാരണം, അസുഖങ്ങളും മരണവും ഒക്കെ കാരണമാണ്. ഇപ്പൊ എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. ഈ പുറകിൽ കാണുന്നത് വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, എൻ്റെ വീടല്ല. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് വെച്ചാൽ, ഇത്രയും കാലം 2018 ഓഗസ്റ്റ് മുതൽ ഞാൻ പലതരത്തിൽ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ലോ കാർബ് വെച്ച് എനിക്ക് ആ ഡയബറ്റിസ് കൺട്രോൾ, ലോ കാർബ് വെച്ച് എനിക്ക് വളരെ നല്ലതായിട്ട് എൻ്റെ HbA1c കുറച്ച് കൊണ്ടുവരാനും നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈലൊക്കെ ഒരുവിധം നന്നായിട്ട് വെക്കാനും ഒക്കെ സാധിച്ചു. പക്ഷെ ഈ ലോ കാർബ് നമ്മളുടെ നാച്ചുറൽ ഡയറ്റ് അല്ല. ഈ ലോ കാർബ് വെച്ച് കൺട്രോൾ ചെയ്ത് വെക്കാമെങ്കിൽ എന്നതുപോലെ കീറ്റോ വെച്ച് വളരെയധികം നന്നായിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്ത് വെക്കാം. പക്ഷെ കീറ്റോ വെച്ച് ചെയ്യുമ്പോഴും ലോ കാർബ് വെച്ച് ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിൽ പലതരം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ കുടലിലുള്ള അതിലൊന്നാണ് നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയ മാറുന്നു എന്നുള്ളത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മളുടെ ശരീരത്തിലുള്ള ബാക്ടീരിയയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അപ്പോൾ നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയ നമ്മളുടെ ഡയബറ്റിസിന്റെ ഒരു പ്രധാന കാരണമാണ്. ഒന്നുകിൽ കാരണം, അല്ലെങ്കിൽ ഡയബറ്റിസ് കൊണ്ട് ബാക്ടീരിയ മാറുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ഓസ്ട്രേലിയയിൽ ഒരു ഫീക്കൽ ട്രാൻസ്പ്ലാന്റ് സ്റ്റഡി, അതായത് മലത്തിൽ നിന്നുള്ള ബാക്ടീരിയനെ വേർതിരിച്ച് ഡയബറ്റിസ് ഉള്ള ആൾക്ക് ഒരു ഡയബറ്റിസ് ഇല്ലാത്ത ആളുടെ ബാക്ടീരിയ ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ ആ ആളുടെ ഡയബറ്റിസ് കുറച്ച് നാൾ മാറി നിന്നു, വീണ്ടും അയാൾ ഡയബറ്റിക് ആയി. അപ്പോൾ വീണ്ടും ഡയബറ്റിക് ആയതിന്റെ കാരണം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒന്നുകിൽ അയാളുടെ ശരീരം അയാളെ ഡയബറ്റിക് ആക്കുന്ന മറ്റ് പല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അയാളുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ്, അല്ലെങ്കിൽ അയാളുടെ എൻവയോൺമെന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ആന്റിബയോട്ടിക്സും പെസ്റ്റിസൈഡ്സും എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ രണ്ടാമത്, ഈ ഫീക്കൽ ട്രാൻസ്പ്ലാന്റിന്റെ ന്യൂസ് കഴിഞ്ഞ് രണ്ടാമത് എനിക്ക് മനസ്സിലായത്, ഒരു ആൾ, ഞാൻ പരിചയത്തിലുള്ള ഒരാള് ബേറിയാട്രിക് സർജറി ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചു വണ്ണം വെച്ചെങ്കിൽ പോലും ആ മാർക്കേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ, മാർക്കേഴ്സ് ഓഫ് ഡയബറ്റിസ് എല്ലാം മാറി. അത് പിന്നീട് വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഈ ഫോക്കസ് ചെയ്യുന്ന ലിവറോ പാൻക്രിയാസോ അല്ല, കുടലാണ് ഇതിന്റെയൊക്കെ പ്രധാന കാരണം എന്ന് നമുക്ക് തോന്നുന്ന ഒരു ഫൈൻഡിങ് ആണ് അത്. ഇപ്പൊ കുടലിന്റെ ചില ഭാഗങ്ങൾ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഒരു സ്ലീവ് വെച്ച് കവർ ചെയ്യുമ്പോൾ ഡയബറ്റിസ് മാറുന്നു. അപ്പൊ കുടലിൽ ഉള്ളത് എന്താണ്? ചില ഹോർമോൺസും എൻസൈംസും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചില ബാക്ടീരിയ ഉണ്ട് ഇങ്ങനെ. പിന്നെ മൂന്നാമത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ ജാക്ക് ഫ്രൂട്ട് 365 എന്ന് പറഞ്ഞ ഫൈബർ ഉള്ള ഒരു പൊടി നമ്മളുടെ ഭക്ഷണത്തിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ കഴിച്ചാൽ നമ്മളുടെ ഷുഗർ നോർമലായിട്ടിരിക്കും. ഞാനത് ഇന്നലെ ഒന്നും കൂടെ നോക്കിയതാണ്. ഇന്നലെ രാത്രി ഇവിടെ ചക്ക, അല്പം പഴുത്തു തുടങ്ങിയ ചക്ക കുഴച്ചതും മീൻ കറിയും ഉണ്ടായിരുന്നു. അതുപോലെ വൈകിട്ട് എൻ്റെ കുക്ക് വന്നപ്പോൾ ഉണ്ടാക്കിച്ചതാണ്. അതുപോലെ തന്നെ രാത്രിയിലത്തെ ഭക്ഷണം ഇഡ്ഡലി ആയിരുന്നു. അപ്പൊ ഇഡ്ഡലിയും ഇതുമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞാൻ മുട്ട കഴിക്കും. ചക്ക ഞാൻ ഇഡ്ഡലിയുടെ കൂടെ കമ്പൈൻ ചെയ്ത് കഴിച്ചിട്ടില്ല, എല്ലാം ഹൈ സ്റ്റാർച്ച് ആണ്. ചക്ക ഫൈബർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പഴുക്കാൻ തുടങ്ങിയ ചക്കയിൽ ഷുഗറാണ് കൂടുതലുള്ളത്, ചെറിയ മധുരമുള്ള ചക്കയായിരുന്നു. പക്ഷെ ഞാനപ്പോ ഓർത്തു, എങ്കിൽ ജാക്ക് ഫ്രൂട്ട് 365 യൂസ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. 1 ടേബിൾ സ്പൂൺ ജാക്ക് ഫ്രൂട്ട് 365 എൻ്റെ ചട്നിക്കകത്ത് ഞാൻ മിക്സ് ചെയ്ത് അത് ചക്കയുടെ കൂടെ കഴിച്ചു, അല്ല ഇഡ്ഡലിയുടെ കൂടെ കഴിച്ചു. അതും ഇഡ്ഡലിയും ആദ്യം കഴിച്ചിട്ട് പിന്നീട് ഞാൻ ചക്ക കഴിച്ചു. എനിക്ക് പോസ്റ്റ് പ്രാൻഡിയൽ 150 ആയിരുന്നു. സാധാരണഗതിയിൽ അത് 200-ന് മേളിൽ പോകേണ്ടതായിരുന്നു. അപ്പൊ നമ്മളുടെ ഡയറ്റിലെ ഫൈബർ ഇല്ലായ്മ നമ്മളുടെ ഈ ഡയബറ്റിസിനെ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഒരു ഇൻഹിബിറ്ററി ഫാക്ടറാണ്. ഫൈബർ ഇല്ല എന്നുള്ളത് നമ്മളുടെ ഷുഗർ കൂട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ ഫൈബർ നമ്മൾ കൂട്ടണം. അതിന് നമ്മൾ പല മെത്തേഡ്സ് പറയുന്നുണ്ട്. അതാണ് ഫുഡ് ഓർഡർ. ആദ്യം വെജിറ്റബിൾ കഴിക്കുക, വെജിറ്റബിൾ നിറയെ ഫൈബറാണ്. രണ്ടാമത് പ്രോട്ടീൻ കഴിക്കുക, പ്രോട്ടീൻ ദഹിക്കാൻ താമസമുണ്ട്. മൂന്നാമത് കാർബ്സ് കഴിക്കുമ്പോൾ കാർബ്സിന്റെ ഡൈജഷൻ സ്ലോ ഡൗൺ ചെയ്യും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത് ബാക്ടീരിയ, രണ്ടാമത് നമ്മളുടെ
ഫൈബർ. അപ്പൊ പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അത് ഈ ഡോക്ടർ വില്യം ലീ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും ഒരു ചെറിയ അറിവെങ്കിലും എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഡോക്ടർ വില്യം ലീ പറയുന്നുണ്ട്, അക്കർമാൻസിയ എന്ന് പറയുന്ന ഒരു അക്കർമാൻസിയ മ്യൂസിനിഫില, അക്കർമാൻസിയ എന്ന് തന്നെ മ്യൂസിനിഫില എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, ഈ ഗട്ടിലുള്ള ബാക്ടീരിയ ഡയബറ്റിസ് ഉള്ളവരിൽ വളരെയധികം കുറവാണെന്ന് കണ്ടുപിടിച്ചു. അത് വളരെയധികം രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നതും അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഗട്ടിന്റെ ലൈനിങ്ങിന്റെ ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതുമായ ഒരു ബാക്ടീരിയയാണ്. നമ്മളുടെ കുടലിന്റെ ലൈനിങ് നിങ്ങൾക്കറിയാം. നമ്മൾ എന്നും ഭക്ഷണം കഴിക്കുക, അത് ദഹിക്കുക, ആസിഡൊക്കെ വരികയും നമ്മളുടെ വയറ്റിൽ നിന്നുള്ള ആസിഡൊക്കെ താഴോട്ട് വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഈ ലൈനിങ് എന്നും വെയർ ആൻഡ് ടയർ ഉണ്ടാകും. ആ വെയർ ആൻഡ് ടയറിനെ റീപ്ലേസ് ചെയ്യാൻ നമ്മളുടെ ശരീരം തന്നെയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സിർക്കേഡിയൻ റിതം വെച്ചിട്ട് റെസ്റ്റ് കൊടുക്കുന്നത്. ഞാൻ ആ സിർക്കേഡിയൻ റിതം ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ ഈ അക്കർമാൻസിയ മ്യൂസിനിഫില എന്ന് പറയുന്ന ബാക്ടീരിയ വളരെ കുറവുണ്ട്. അത് മാത്രമല്ല, വേറെ അനേകമുണ്ട്. നമ്മൾക്ക് ഈ ഫീൽഡിൽ നമ്മൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പൊ ഈ ഡോക്ടർ വില്യം ലീ പറഞ്ഞ 3 കിവി ഫ്രൂട്ട് ദിവസവും കഴിച്ചാൽ ഈ അക്കർമാൻസിയ മ്യൂസിനിഫില നമ്മുടെ വയറിൽ ആവശ്യമുള്ള ലെവലിൽ ഉണ്ടാകും. ഈ കിവി നമുക്കറിയാം വളരെയധികം വിലയുള്ളതാണെന്ന് മാത്രമല്ല, അത് വേറെ രാജ്യങ്ങളിൽ നിന്ന് കപ്പലിലോ എവിടേക്ക് കൂടെയൊക്കെ വരുന്നതാണ്. അപ്പൊ അത് നമ്മൾക്ക് അദ്ദേഹം കഴിച്ച ഫ്രഷ് ആയിട്ടുള്ള സാലൻ പോലെ ആകണം എന്നില്ല. അപ്പൊ എന്തായാലും എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് ഈ ബാക്ടീരിയ ഉണ്ടാകുന്നത്? ആ ഫ്രൂട്ടിനകത്ത് അത് ഉണ്ടായിട്ടല്ല, അതിലുള്ള ഫൈബറാണ് അതിന്റെ ഫുഡ്. അതും ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഇന്ത്യൻ ഫുഡിൽ ഏതാണ് ഈ അക്കർമാൻസിയ മ്യൂസിനിഫില പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് നോക്കിയപ്പോൾ അത് നമ്മുടെ റാഗിയാണ്, ഫിംഗർ മില്ലറ്റ്. അപ്പോൾ നമ്മുടെ നമ്മുടെ ഡോക്ടർ കാദർ വാലിയോ ഒക്കെ പറയുന്നത് 5 മില്ലറ്റ്സ്, 5 പോസിറ്റീവ് മില്ലറ്റ്സും ഇത് ബാക്കിയുള്ളത് ന്യൂട്രൽ മില്ലറ്റ്സും ആണ്, പോസിറ്റീവ് മില്ലറ്റ്സ് ആണ് കഴിക്കേണ്ടത്. പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് അദ്ദേഹം പറയുന്നത് അതിനകത്ത് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ ന്യൂട്രൽ മില്ലറ്റായ റാഗി നമ്മളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് തൊട്ട് നമ്മൾ ആദ്യകാലത്ത് കൊടുത്തിരുന്ന ഒരു ഭക്ഷണമാണ്. ഈ സെറിലാക്കിന്റെയൊക്കെ നെസ്റ്റം സെറിലാക്കൊക്കെ ഇൻവേഡ് ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾക്ക് ഇത് തന്നെയാണ് കൊടുത്തിരുന്നത്. അവരുടെ വയറ്റില് അവർ പ്രസവിച്ചുണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ വയറ്റിലെ അമ്മയുടെ ബാക്ടീരിയ ഉണ്ട്. അതിനെ നറിഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പലതരം ഫൈബേഴ്സ് വേണം. ആ കൂട്ടത്തിൽ നമ്മൾ റാഗി എളുപ്പം ഡൈജസ്റ്റ് ചെയ്യുന്നതും കുട്ടിക്ക് ബലം വരാനുള്ള കാൽസ്യം, എല്ലിന് ബലം വരാനുള്ള കാൽസ്യം, അയൺ എല്ലാം ഉള്ളതും, അതുപോലെ തന്നെ അതിന് എനർജി വരാനുള്ള കാർബോഹൈഡ്രേറ്റ് ഉള്ളതും ഒക്കെ ആയ റാഗി നമ്മൾക്ക് പാരമ്പര്യമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണമാണ്. അതിനെ പുളിപ്പിച്ച് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെള്ളം കളഞ്ഞ് കഴുകി അരിച്ച് ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. ചിലരൊക്കെ അതിനെ പുളിപ്പിച്ച് ഉണക്കി പൊടിച്ച് വെച്ചിട്ട് കുറുക്കി ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഒരു നമ്മൾക്ക് ഈ അക്കർമാൻസിയ മ്യൂസിനിഫില വളർത്താൻ സഹായിക്കുന്ന ഫൈബർ റാഗിയിലുണ്ട് എന്ന് റിസർച്ചേഴ്സ്, റാഗിയിൽ ഉണ്ടെന്നല്ല, റാഗിയുടെ അതിനെ വളർത്താനുള്ള ഫൈബർ റാഗിയിലുണ്ട് എന്ന് അവര് ഒരു ചെറിയ റിസർച്ചിലൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന എല്ലാ ചാൻസും യൂസ് ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം കണ്ട മാത്യൂസ് വൈദ്യൻ പറഞ്ഞത് എന്നോട്, എന്തായാലും റാഗി കഴിച്ചിരിക്കണം, ദിവസവും രാവിലെ റാഗി ആയിരിക്കണം ഫുഡ്. അത് നിങ്ങൾക്ക് ഡയബറ്റീസ് കുറയ്ക്കാൻ, ശരീരം തണുപ്പിക്കുകയും, ഡയബറ്റീസുകാർക്ക് ശരീരം ചൂടാണ്, ശരീരം തണുപ്പിക്കുകയും ഡയബറ്റീസ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. ഉച്ചയ്ക്ക് ഏതെങ്കിലും മില്ലറ്റ് വെച്ച് ചോറ് വെച്ച് കഴിക്കുക, വൈകിട്ട് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുക, ഇതിന്റെ കൂടെ കഴിക്കുന്നത് എന്ത് വേണേൽ കഴിക്കുക എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതുപോലെ എനിക്ക് ശരിക്കും ഷുഗർ കുറയുകയും ചെയ്തു. അദ്ദേഹം അത് 2 വർഷം കൂടെ തുടർന്നാൽ പൂർണ്ണമായിട്ട് മാറുമെന്ന് പറഞ്ഞ് ഞാനത് തുടർന്നില്ല എന്നുള്ളതാണ് എൻ്റെ തെറ്റ്. അപ്പൊ ഇതാണ് റാഗിയെ കുറിച്ചും അക്കർമാൻസിയ മ്യൂസിനിഫിലയെ കുറിച്ചും പറയാനുള്ളത്. അപ്പൊ ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മൾ സ്ഥിരമായി ഒരേ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മളുടെ ഗട്ടിലുള്ള പ്രൊഫൈൽ, ആ ഒരു ബാക്ടീരിയൽ പ്രൊഫൈൽ മാറുകയില്ല. ഇപ്പൊ എനിക്ക് ഒരു റോങ് ബാക്ടീരിയൽ പ്രൊഫൈൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഡയബറ്റീസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എൻ്റെ അത് മാറണമെങ്കിൽ എനിക്ക് ഒരു വെറൈറ്റി ഓഫ് ഫൈബേഴ്സ് വേണം. ക്യാരറ്റും ബീൻസും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്, സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ എപ്പോഴും ഇതിന്റെ ചുറ്റും വാഴയുണ്ട്. അപ്പൊ ഈ വീട്ടിൽ എപ്പോഴും വാഴയ്ക്ക കാണും, പലതരത്തിലുള്ള വാഴയ്ക്ക, പിന്നെ
വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, ഇതൊന്നും ഞാൻ കളയല്ല. കാരണം ഇതെല്ലാം നിറയെ ഫൈബറാണ്. വാഴയ്ക്കകത്ത് റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ചും ഉണ്ട്. അപ്പോൾ വാഴയ്ക്ക തോരനൊക്കെ വെച്ച് വാഴയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയോ, അതുപോലെ വാഴപ്പിണ്ടി തോരൻ വെച്ചും വാഴക്കൂമ്പ് തോരൻ വെച്ചും അതിൻ്റെ കൂടെ ചെറുപയറിട്ടും ഒക്കെ കഴിക്കും. അപ്പൊ ഈ സെയിം ഫൈബർ, ഈ വാഴ പ്രൊവൈഡ് ചെയ്യുന്ന ഫൈബറാണ് ഞാൻ ഫൈബ്രസ് ആയിട്ട് ധാരാളം കഴിക്കുന്നു എന്ന് പറഞ്ഞ് കഴിക്കുന്നത് അത് മാത്രമാണ്. ഇടയ്ക്കൊക്കെ ക്യാബേജ് വാങ്ങിക്കും, എന്തെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡ് ആണെന്ന് പറഞ്ഞാൽ. ക്യാരറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ബീട്രൂട്ട് എൻ്റെ കുഞ്ഞിന് ഇഷ്ടമായുണ്ട്, ബീട്രൂട്ട് തോരൻ വെക്കും. ഇപ്പോൾ ഞാൻ സൈക്കിൾ ചെയ്യും. എന്ത് കഴിച്ചാലും അത് സൈക്കിൾ ചെയ്ത് മാറി മാറിയ സാധനങ്ങൾ കഴിക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തൊക്കെ കൂടുതലായിട്ടുള്ളത് ഇൻസോളബിൾ ഫൈബേഴ്സ് ആണ്. നമ്മളുടെ പച്ചക്കറികളിലും ഒക്കെ നമ്മൾക്ക് വയറ്റിൽ നിന്ന് പോകാനൊക്കെ സഹായിക്കും. വാഴക്കകത്തൊക്കെ സോളബിൾ ആൻഡ് ഇൻസോളബിൾ ഫൈബേഴ്സ് ഉണ്ട്, റെസിസ്റ്റൻറ്റ് സ്റ്റാർച്ച് ഉണ്ട്. അപ്പോൾ എന്നാലും എനിക്ക് സെയിം ഫൈബറാണ്. അപ്പോൾ ഞാൻ ഈ ഖാദർ വാലിയുടെ 2 മണിക്കൂറുള്ള പ്രസംഗമൊക്കെ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഈ പോസിറ്റീവ് മില്ലറ്റ്സ് എന്ന് അദ്ദേഹം പറയും. മില്ലറ്റ്സിന്റെ ഒരു പ്രധാന കാരണം അതിന്റെ തോട്, നമ്മൾ റാഗിയുടെ തോടൊന്നും അങ്ങനെ അതിന് ബ്രാൻഡ് മാറ്റുന്നില്ല, ആ തോട് നമ്മൾ മാറ്റുന്നില്ലെന്ന് മാത്രം, പോളിഷ് ചെയ്യുന്നില്ല, അൺപോളിഷ്ഡ് ആണെന്നുള്ളത് മാത്രമല്ല, നമ്മൾ നെല്ലിലും അരിയിലും ഒക്കെ അതിന്റെ ഫൈബർ മെയിനായിട്ട് അതിന്റെ പുറത്തുള്ള കവറിങ്ങിലാണ്, നമ്മളുടെ ഉമിയല്ല, തവിടിലാണ്. എന്നാൽ ഈ മില്ലറ്റ്സിനകത്ത് ഫൈബർ അതിനകത്ത് ഇങ്ങനെ ഒരു കോൺസെൻട്രിക് സർക്കിളായിട്ട്, അതിനെ കട്ട് അക്രോസ് ചെയ്താൽ കോൺസെൻട്രിക് സർക്കിളായിട്ട് അതിൻ്റെ അകം വരെ ഫൈബർ ഉണ്ട്. അപ്പോൾ മില്ലറ്റിനെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ഫൈബർ കിട്ടും. അപ്പം ഈ റാഗിക്കകത്തെ ഫൈബർ നമുക്ക് ഒരു പർട്ടിക്കുലർ ബാക്ടീരിയയ്ക്ക് ഉള്ള ഫുഡ് അതിലുണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ബാക്കിയുള്ള മില്ലറ്റ്സിലെ ഫൈബറും പലതരം ബാക്ടീരിയയെ പ്രൊമോട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ചിലപ്പോൾ സെയിം ആയിരിക്കും. ഇതെന്റെ വെറും അസംഷനാണ്. ഞാൻ ഡോക്ടറല്ല, ഒരു വിധത്തിലും വൈദ്യ ഫീൽഡുമായിട്ട് ഒരു കണക്ഷനും ഇല്ല. ബ്ലഡ് റിലേഷൻസ് ഒക്കെ ചില ഡോക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് അല്ലാതെ അതുകൊണ്ട് ഞാൻ പറയുന്നത് വേദവാക്യമായിട്ടൊന്നും ആരും എടുക്കരുത്. ഞാൻ ഈ പറയുന്നത് വെറും പോസിബിലിറ്റീസ് ആൻഡ് ഗസ് വർക്കാണ്. അത് വെച്ചാണ് ഞാൻ ഇത്രയും വന്നത്. അപ്പോൾ എനിക്കപ്പോൾ മനസ്സിലായത്, നമ്മൾ സ്ഥിരം ഒരേ ഫുഡ് കഴിക്കാതെ നമ്മുടെ ഫുഡിനെ നമ്മളുടെ അടുത്തുള്ള ഫുഡുകളുമായിട്ട് കഴിക്കണം. അതായത് ദൂരെയുള്ള കിവിയോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളോ അല്ല, നമ്മുടെ ലൊക്കാലിറ്റിയിലുള്ള ധാരാളമായിട്ട് കിട്ടുന്ന നമ്മൾക്ക് കഴിക്കാവുന്ന ഫുഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്ത് കഴിക്കണം. അപ്പൊ ഈ ഡോക്ടർ ഖാദർ വാലി പറഞ്ഞ ചില കാര്യങ്ങൾ കൂടെ ഞാൻ എൻ്റെ ഡയറ്റിൽ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി. ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു മരണം നടന്നു. അപ്പൊ പിന്നെ ഞാൻ അതെല്ലാം നിർത്തി. ഇപ്പൊ ഇന്നലെ തൊട്ടാണ് വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ എന്താണ് അദ്ദേഹം പറയുന്നത്? പഴങ്കഞ്ഞി ഉപയോഗിക്കുക. അപ്പൊ പഴങ്കഞ്ഞി ഉപയോഗിക്കാൻ അദ്ദേഹം പറയുന്നത്, അങ്ങേര് പറയുന്ന ഈ 5 പോസിറ്റീവ് മില്ലറ്റ്സിനെ നമ്മൾ 6 മണിക്കൂർ കുക്ക് ചെയ്ത് നല്ല കഴുകി 6 മണിക്കൂർ സോക്ക് ചെയ്ത്, ആ സോക്ക് ചെയ്ത വെള്ളത്തിൽ തന്നെ അത് വീണ്ടും കുക്ക് ചെയ്ത് അത് വെന്ത് വരുമ്പോൾ, ധാരാളം വെള്ളത്തിൽ കുക്ക് ചെയ്ത് വെന്ത് വരുമ്പോൾ ഒരു കലത്തിൽ ഇട്ട് കെട്ടി വെച്ച് പുളിച്ചു വരുമ്പോൾ, അതായത് ഒരു തൈര് അതിൻ്റെ കൂടെ അടുത്ത ഉറയൊഴിച്ച് വെച്ചാൽ ആ തൈര് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതും ആവും. അപ്പൊ ഇതിന്റെ ഫെർമെന്റേഷനിൽ അത് പലതരം ബാക്ടീരിയ അതിലുണ്ടാവും. ആ ബാക്ടീരിയയും നമുക്ക് ഗട്ടിനും നല്ലതാണ്. നിങ്ങൾക്കെല്ലാം അറിയാം പഴങ്കഞ്ഞി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. അതിനെ കവർ ചെയ്ത് വെള്ളം കാണണം. ഈ കുക്ക് ചെയ്യുന്ന വെള്ളത്തിനൊക്കെ അദ്ദേഹം ഓരോ അളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് കഴിക്കണം. അങ്ങനെ ഒരു മില്ലറ്റ് 2 ദിവസം, അടുത്ത ദിവസം വേറെണ്ണം അങ്ങനെ കഴിക്കണം. ബാക്കി മീലെല്ലാം അതേ മില്ലറ്റ് തന്നെ കഴിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ബാക്കിയുള്ളത് ഉച്ചയ്ക്ക് മില്ലറ്റ് ചോറ്, വൈകിട്ട് മില്ലറ്റ് ദോശ. പക്ഷെ മില്ലറ്റ്സ് മിക്സ് ചെയ്യരുതെന്നും പറയുന്നുണ്ട്. ആ മിക്സ് ചെയ്തതെന്ന് പറയുന്നതിന്റെ കോസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ അദ്ദേഹം ചെയ്ത ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ മില്ലറ്റിനെ സോക്ക് ചെയ്ത് 6 മണിക്കൂർ സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെള്ളം ഞാൻ കളയും. ആ വെള്ളം കളയാതെ ഞാൻ കഴിച്ചപ്പോൾ ഞാൻ കണ്ടത് എനിക്ക് വയറ്റിൽ ഗ്യാസ് ഉണ്ടാകും എന്നുള്ളതാണ്. അതിനകത്ത് ഒരുപാട് ആന്റി ന്യൂട്രിയൻസ് ഉണ്ട്. ആ വെള്ളം കളയുന്നതാണ് നല്ലത്. അതിനകത്തുള്ള ന്യൂട്രിയൻസ് കൊണ്ട് നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകുമായിരിക്കാം. അതുപോലെ അത് കഴിക്കുമ്പോൾ നമുക്ക് ഡൈജഷൻ സ്ലോവർ ആവും. അതൊക്കെ ചെയ്യും. നമ്മുടെ വയറിൽ വളരെ അൺപ്ലസന്റ് ഫീലിംഗ് ഉണ്ടാകും. എന്തിനാണത്? അപ്പൊ നമുക്ക് ഈ പുളിപ്പിച്ച ഫുഡാണ് വേണ്ടത്. അപ്പൊ ഞാൻ ആ വെള്ളം കളയും. ആ വെള്ളം കളഞ്ഞിട്ട് ഞാൻ ഈ മില്ലറ്റിനെ വേറെ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്യും.
കുക്ക് ചെയ്ത് വാട്ടറി ആയിട്ട് കഞ്ഞിയായിട്ട് വേകുമ്പോൾ എടുത്തിട്ട് അത് ഒരു കലത്തിൽ, അത് ആറിക്കഴിയുമ്പോൾ സന്ധ്യയ്ക്ക് വൈകിട്ട് ഒരു 8 മണിയാകുമ്പോൾ ഒരു കലത്തിൽ ഒരു തുണി വെച്ച് മൂടി കെട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ 8 മണിയോ 7 മണിയോ ആകുമ്പോൾ അതെടുത്ത് ഞാൻ ഉപയോഗിക്കും. അത് ഉപയോഗിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ മില്ലറ്റ്സ് നമ്മൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. അത് ഉണ്ടാക്കാതിരിക്കാനായിട്ട് അതിനകത്ത് നെയ്യ് ആഡ് ചെയ്യും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ മില്ലറ്റ് എടുത്ത് വെച്ചിട്ട് അത് ചൂടാക്കിയാൽ അതിനകത്തുള്ള ബാക്ടീരിയ ഒക്കെ നശിച്ചു പോകുമല്ലോ. അതുകൊണ്ട് ഞാനത് ചൂടാക്കത്തില്ല. ഞാൻ അല്പം പാല് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്ത് നെയ്യ് കലക്കി ഇതിൻ്റെ കൂടെ ചേർത്ത് അല്പം അച്ചാറോ എന്തെങ്കിലും കൂട്ടി, അച്ചാറോ കൂട്ടാൻ എന്ത് വേണമെങ്കിലും പയറോ കൂട്ടി കുടിക്കും. ഇതാണ് രാവിലെ ഞാൻ ചെയ്യുന്നത്. അത് ഒരു വാട്ടറി ആയിട്ടുള്ളതാണ്. ഒരു 3 ടേബിൾ സ്പൂണിൽ കൂടുതൽ അതിനകത്ത് ചോറില്ല. 2 ടേബിൾ സ്പൂൺ ചോറേ കാണുള്ളൂ. ബാക്കി വെള്ളം, പിന്നെ ഇച്ചിരി പാല്, നെയ്യ്, അച്ചാർ ഇതെല്ലാം ആക്കി ഞാനൊരു ഗ്ലാസ്സിൽ കലക്കി അതങ്ങ് കുടിക്കും. അത് ഞാൻ രാവിലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വയറ്റിലെ ബാക്ടീരിയൽ പ്രൊഫൈൽ മാറും എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഇത് സോക്ക് ചെയ്ത് പുളിപ്പിക്കാൻ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഇത് പുളിപ്പിച്ച് ദോശ ഉണ്ടാക്കാന്നൊക്കെ വെച്ച് നമ്മൾ അതിൻ്റെ കൂടെ അതിനകത്ത് ഉലുവായോ അല്ലെങ്കിൽ ഉഴുന്നോ ഒക്കെ സോക്ക് ചെയ്താൽ ആ ഉഴുന്ന് നമുക്കറിയാം, ഉഴുന്ന് സോക്ക് ചെയ്ത് അരച്ച അതിൻ്റെതായ ഒരു ബാക്ടീരിയ ഉണ്ടാകും. അതുകൊണ്ട് ഉഴുന്നിട്ട ഭക്ഷണത്തിനൊക്കെ ഒരു പ്രത്യേക മണം ഉണ്ടാകും പുളിച്ചു വരുമ്പോൾ. അപ്പൊ ആ ബാക്ടീരിയ ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ മില്ലറ്റിലെ ബാക്ടീരിയ അധികം വളരത്തില്ല. കാരണം ഈ ബാക്ടീരിയ എല്ലാം ഫുഡെല്ലാം എടുത്ത് അതിന്റെ ഫുഡാണ് ഇതിനകത്തെ ഫൈബറൊക്കെ എടുത്ത് അത് വളരുകയും മറ്റേതിനെ തളർത്തുകയും ചെയ്യും. അതുകൊണ്ട് ഈ മില്ലറ്റ് തന്നെ സോക്ക് ചെയ്ത് അത് പഴങ്കഞ്ഞിയായിട്ട് തന്നെ കഴിക്കുക. ഉപ്പ് എന്ത് അഡീഷൻ വേണമെങ്കിലും അത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മാത്രം ആഡ് ചെയ്യുക. ഉപ്പും വേറെ എന്ത് ആഡ് ചെയ്യുന്നെങ്കിലും ഞാൻ ചെയ്യുന്നത് പോലെ അത് ഇച്ചിരി ചൂടുപാലും നെയ്യും കൂടെ ഒഴിച്ച് ഇതുകൂടെ ഇട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഈ നെയ്യ് ഒഴിക്കുന്നത് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ അനുഭവപ്പെട്ടത് കൊണ്ടാണ്. ആ വെള്ളവും ഞാൻ കളയും. ആദ്യം സോക്ക് ചെയ്ത വെള്ളവും കളയും. അത് കുക്ക് ചെയ്ത വെള്ളം ഉപയോഗിക്കും. കുക്ക് ചെയ്ത വെള്ളത്തിന്റെ കൂടെ കഴിക്കുന്നതിന് മുമ്പ് ഉപ്പ്, പാല്, നെയ്യ്, പിന്നെ അച്ചാറിടുകയാണെങ്കിൽ ഉപ്പ് ഉപയോഗിക്കത്തില്ല. ചിലപ്പോൾ വല്ല തോരനായിരിക്കും. അങ്ങനെയാണ് ഞാൻ ആ കഞ്ഞി ഉപയോഗിക്കുന്നത്. അപ്പൊ വീണ്ടും തുടങ്ങി. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പൊ ഇതാണ് ഒരു കാര്യം. ഇനി ഇതിനേക്കാളും എക്സൈറ്റിംഗ് മറ്റൊരു കാര്യമുണ്ട്. ആ കാര്യം പറയാം. അത് പറയാനായിട്ട് എല്ലാം കൂടെ പറഞ്ഞാൽ ഇന്ന് ടൈം ഒരുപാടായി പോകുമല്ലോ എന്ന് വെച്ചാണ്. അപ്പൊ അടുത്ത കാര്യവുമായിട്ട് ഞാൻ വീണ്ടും വരാം. അത് ഇതുപോലെ തന്നെ ഉള്ള ഒരു ഇതാണ്. നമ്മൾക്ക് രണ്ടാമതായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് ഒന്ന് നമ്മുടെ എൻവയൺമെന്റും ഗട്ടും ബാക്ടീരിയയും, 2 നമ്മളുടെ ജെനറ്റിക്സ് ആണ്. നമ്മുടെ ഈ ഒരു ഗ്ലൂക്കോസ് ഗോഡസ് പറയുന്നുണ്ട് ജെനറ്റിക്സ് ഒന്നും ഇല്ല, ജീൻസ് കൊണ്ട് നമ്മൾക്ക് ഇത് വരണമെന്നില്ല. ഐഡന്റിക്കൽ ട്വിൻസിൽ ഒരാൾക്ക് വന്നു ഒരാൾക്ക് വന്നില്ല. അതിന് കാരണങ്ങളുണ്ട്. ഇപ്പൊ ഐഡന്റിക്കൽ ട്വിൻസ് ആണെന്ന് പറഞ്ഞാലും അവര് രണ്ടുപേരും ഒരുപോലെ ജീവിച്ചവരായിരിക്കില്ല. നമ്മളുടെ ജീവിത സാഹചര്യങ്ങളുണ്ട്. എൻ്റെ വീട്ടിലുള്ള എനിക്ക് മാത്രമേ നാച്ചുറൽ ആയിട്ടുള്ള ഡയബറ്റീസ് വന്നുള്ളൂ. വളരെ വയസ്സായി, ഇപ്പോൾ 60 വയസ്സാകാറായപ്പോൾ എൻ്റെ സിസ്റ്ററിന് ചെറിയ പ്രീ ഡയബറ്റീസ് ഉണ്ട്. എനിക്ക് 40 വയസ്സ് കഴിഞ്ഞ് 46 വയസ്സായപ്പോൾ എനിക്ക് ഡയബറ്റീസ് ആയി. അതിന് മുമ്പേ ആയി. അതിന് കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ജീവിച്ചിരുന്ന സമയത്ത് ആഹാരം കഴിക്കുന്നില്ലായിരുന്നു. അപ്പൊ ആ സ്ട്രെസ് എല്ലാം കൂടെയാണ് എൻ്റെ ഡയബറ്റീസിനെ ഇങ്ങനെ മാനിഫെസ്റ്റഡ് ആക്കിയത്. അതിനുള്ള കണ്ടീഷൻസ് എൻ്റെ ബോഡിയിലുണ്ട്, അതാകണമെന്നില്ല. അപ്പൊ ജെനറ്റിക്സ് അതിലൊരു കോസ് ആണ്. പക്ഷെ ഈ ജെനറ്റിക്സിനെ കുറിച്ചും കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ, നമ്മൾക്ക് എന്തെങ്കിലും ഫുഡ് അലർജി ഉണ്ടോ, ഇതൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഞാനൊരു ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. എന്നാലും ആ ടെസ്റ്റിന്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ഞാൻ ഈ മില്ലറ്റ്സ് കഴിച്ചിട്ട് എന്തുണ്ടായി എന്നുള്ളതും ഈ ടെസ്റ്റ് വരുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും, ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ 2-3 ആഴ്ച എടുക്കും. അത് വന്നു കഴിഞ്ഞിട്ട് അതനുസരിച്ച് ജീവിക്കുമ്പോൾ എന്ത് പറ്റും, അതിനകം ഈ മില്ലറ്റ്സ് എന്ത് വ്യത്യാസം കൊണ്ടുവരും, ഇതെല്ലാം ഞാൻ പുറകെ അറിയിക്കാം. മില്ലറ്റ്സ് ഞാൻ എല്ലാ മീലിലും ഉപയോഗിക്കുന്നില്ല. ഒരു ദിവസം നമ്മൾക്ക് 2 ടേബിൾ സ്പൂൺ മില്ലറ്റ് മാത്രം മതി. മില്ലറ്റ്സ് ആർ കോസ്റ്റ്ലി. അങ്ങനെ 2 ടേബിൾ സ്പൂൺ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഞാനിത് ശരിയായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിത് നിങ്ങളോട് അറിയിക്കാം. ഇത്രയും എനിക്ക് ഇന്ന് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്. ഒരു കോവിഡ് ഡെത്ത് ഉണ്ടായി എന്ന ഒരു ന്യൂസ് കണ്ടു. അതുപോലെ വേറെ പലതരം പനികളും
ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം. കഴിയുമെങ്കിൽ മാസ്ക് ഉപയോഗിക്കുക. ഈ റോട്ടിലൊക്കെ ആളുകൾ ഇപ്പോൾ തുപ്പുന്നത് ഞാൻ ഇന്നാൾ കണ്ടു. അതുകൊണ്ട് നമ്മൾ മാസ്ക് ഉപയോഗിക്കുക, ചെരുപ്പ് പുറത്തിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളും ചെയ്യുന്നത് നമ്മളുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്. നന്ദി, നമസ്കാരം.